ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഈ ഒരു ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് ചെയിൻ അല്ലെങ്കിൽ ആംഗ്ലറ്റ് ചെയിനിൻ്റെ ചെറിയ 2 പീസ് വേണം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഹുക്കാണ്, കമ്മലിൻ്റെ ഹുക്ക്. പിന്നെ നമുക്ക് 2 ജം റിങ്ങും കൂടെ വേണം കേട്ടോ. പിന്നെ ഹെഡ് പിൻസ് കുറച്ച് വേണം. ആദ്യം ഈ ഹെഡ് പിൻ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു മുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒന്ന് മടക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 9 എണ്ണമായിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 9 or 10 ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരു കമ്മലിനേക്ക് ഒരു 9 or 10 എണ്ണോ വേണ്ടി വരും. ഓക്കെ, ഞാനിതാ 9 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ജം റിങ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. അതായത് 9 എണ്ണം കോർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിൽ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവസാനം ഈ ഒരു ബാക്ക് ചെയിനില്ലേ, നമ്മുടെ ബാക്ക് ചെയിനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ബാക്ക് ചെയിനും കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ജം റിങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് ഇതാ ഇപ്പം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഹുക്ക് കൊടുക്കാനാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഒരു ഹുക്കും കൂടെ കൊടുത്താൽ നമ്മളുടെ പണി കംപ്ലീറ്റ് ആവും. പക്ഷേ ഞാൻ ഈ ഒരു ഹുക്ക് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് ഇതിനുള്ളിൽ സ്പ്രിങ്ങും അതുപോലെ തന്നെ ഒരു ബോളും ഉണ്ടാവും. അത് രണ്ടും മാറ്റി കൊടുത്തിട്ട് പകരം ഞാൻ എന്താക്കാണ്, നമ്മൾ യൂസ് ചെയ്ത മുത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും. എന്നിട്ട് അവിടെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ഉള്ളതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഫുള്ള് ടൈറ്റ് ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് എന്താക്കുക, നമ്മളുടെ ഈ ഒരു കമ്മൽ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ചെയിൻ്റെ വലിപ്പം എന്ത് ചെയ്യുക, ചേഞ്ച് ആക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ചേഞ്ച് ആക്കുക. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.